അഭിലാഷ് മോഹൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നേരത്തെ അഭിലാഷ് പലരുമായി സംസാരിച്ചു. അവരൊക്കെ തിരിച്ചു വരാൻ പോലും അങ്ങോട്ടേക്ക് ഇനി തിരിച്ചു വരവില്ല എന്ന് പറയുന്നുണ്ട്. ഇത് സ്വാഭാവികമാണ്. അങ്ങനെ ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് ഇനി ഒരു മനുഷ്യവാസം സാധ്യമല്ല. പക്ഷേ അവരുടെയൊക്കെ മനസ്സിൽ എന്താണ് അടുത്ത് ഇപ്പോൾ നേരത്തെ കമലൊക്കെ സൂചിപ്പിച്ച പോലെ മേപ്പാടിയോട് ചേർന്നൊക്കെ ഒരു പുനരധിവാസ കേന്ദ്രമൊക്കെ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ നന്നായിരുന്നു എന്നാണ്. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ടോ? അവരുടെ മനസ്സിലൊരു ചെറുതായിട്ടെങ്കിലും ഒരു മുന്നോട്ട് പോകാം എന്നൊരു തോന്നൽ വന്നു തുടങ്ങുന്നുണ്ടോ? ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഉള്ളത് ദിവിഷ, ഒന്ന് ഈ തിരിച്ചറിയാത്ത ബോഡികളുടെ സംസ്കാരം സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. ഇവിടെ ഒരു ലാൻഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു സർക്കാർ ഹോട്ടൽ ഇറങ്ങിയാൽ ഉടനെ, അതായത് തൊട്ടടുത്ത് തന്നെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ്. സർവ്വമത പ്രാർത്ഥനയോടുകൂടിയുള്ള സംസ്കാരം നടക്കും. ടി സിദ്ദിഖ് MLA, കൽപ്പറ്റ MLA എന്നോടൊപ്പം ഉണ്ട്. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, തിരിച്ചറിയാത്ത ശരീരഭാഗങ്ങളെ ഒരു ബോഡിയായി പരിഗണിച്ചുകൊണ്ട് സംസ്കാരം നടത്തുക എന്നുള്ളതാണ്. ഇത് ഒരു വിഷമമേറിയ ഒരു പരിതസ്ഥിതി ആയിരുന്നു. അതിലൊരു അന്തിമമായ തീരുമാനം വന്നിട്ടുണ്ടോ? ഇന്നലെ HML ഉടമസ്ഥരുമായി ശ്രീ ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി നേരിട്ട് സംസാരിച്ചു. അതിനുശേഷം മന്ത്രിമാരായിട്ടുള്ള റിയാസ്, അതുപോലെ ശ്രീ ശശീന്ദ്രൻ ഒക്കെയായിട്ട് സംസാരിച്ചതിന് ശേഷം അവരുമായിട്ട് ചെറിയാനെ കണക്ട് ചെയ്ത് അദ്ദേഹം എത്ര ലാൻഡ് വേണമെങ്കിലും തരാം എന്നുള്ളത് സമ്മതിച്ചു. ആ ഏരിയയിൽ ഇപ്പോൾ 64 സെൻറ്റ് സ്ഥലം അവിടെ ഐഡൻറ്റിഫൈ ചെയ്തു. ഇന്ന് രാവിലെ സർവേ ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർവേയർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് അത് അളന്ന് തിട്ടപ്പെടുത്തി. ഞാനും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ NSSൻ്റെ ജനറൽ സെക്രട്ടറിയായ സുധാകരേട്ടൻ്റെ മകനും അവരുടെ ആളുകളും എല്ലാവരും കൂടെ അവിടെ ഇത് ശ്മശാനം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി, ഒന്ന് നിരപ്പാക്കി ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ JCB, ഹിറ്റാച്ചി ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സിസ്റ്റം അവിടെ നടപടികളാണ്. ശ്മശാനം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംസ്കാര ചടങ്ങുകൾ സംസ്കാര ചടങ്ങുകൾ ഇനി ഗവൺമെൻറ് തലത്തിൽ ഒരു പ്രൊസീഡിങ്സ് ഇറങ്ങാനുണ്ട്. അപ്പോൾ ആ പ്രൊസീഡിങ്സ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് നടക്കും. പിന്നെ 2 കാര്യം, ഇന്നലെ പഞ്ചായത്തിൽ ഒരു മീറ്റിംഗ് ഞാൻ തന്നെ താല്പര്യമെടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു മീറ്റിംഗ്, എമർജൻസി മീറ്റിംഗ് വിളിച്ചു. അത് സർവകക്ഷി പ്രതിനിധികളുണ്ടായിരുന്നു. ഇവിടുത്തെ ഈ ഭാഗത്തുള്ളതായ ഈ മതസംഘടനകളുടെ പ്രതിനിധികളുണ്ടായിരുന്നു. ഇവിടെയുള്ള ആരാധനാലയങ്ങളുടെ പ്രതിനിധികളുണ്ടായിരുന്നു. സാമൂഹ്യ സംഘടനാ പ്രതിനിധികളുണ്ടായിരുന്നു. ബോർഡ്, പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രതിനിധികളുണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ വെച്ച് ഇത് നല്ല രീതിയിൽ നടത്താനുള്ള ഒരു കമ്മിറ്റി ഫോം ചെയ്ത് ബന്ധുക്കളെ മുഴുവൻ അവിടേക്ക് എത്തി. അവർക്ക് ഒന്നുമില്ലല്ലോ ഇനി. അവർക്ക് ആകെ ഉള്ളത് ഈ അവസാനിക്കുന്നതായ, തിരിച്ചറിയാത്തതായ ഈ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂട്ടായി നിന്ന് പ്രാർത്ഥിക്കാനും അവരുടെ ആരാധനാക്രമങ്ങൾ പൂർണ്ണ തോതിൽ നടത്തി ബഹുമതികളുടെ ആദരത്തോടു കൂടി അടക്കം ചെയ്യാനുള്ള ക്രമീകരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ ആളുകളും തന്നെ, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നത് ബന്ധുക്കൾ പോയി, പക്ഷെ അവരെ മതാചാരപ്രകാരം സംസ്കരിക്കണം എന്നുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ, ആളുകളെ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ എല്ലാവരും ഇത് ഇങ്ങനെ സർവ്വമത പ്രാർത്ഥനയോടുകൂടി ഒരു പൊതുസ്ഥലത്ത് സംസ്കാരം എന്നുള്ള കാര്യത്തിന് എഗ്രി ചെയ്യുന്നുണ്ടോ, അതോ ആർക്കെങ്കിലും വ്യത്യസ്ത അഭിപ്രായമുണ്ടോ? എല്ലാവരും അത് എഗ്രി ചെയ്തു. ഇന്നലത്തെ മീറ്റിംഗ് ഐക്യകണ്ഠേന എല്ലാവരും ആ അഭിപ്രായ പ്രകടനം നടത്തി. ഞങ്ങൾ മെനിഞ്ഞാന്ന് എമർജൻസി ആയിട്ട് ഡീകമ്പോസ് ചെയ്യപ്പെട്ടതായിരിക്കുന്ന ബോഡികളുണ്ട്. വളരെ ദുർബലമായ സാഹചര്യത്തിലെത്തിയ ബോഡി ഉണ്ടായിരുന്നു. ആ 3 ബോഡി എമർജൻസിയായി ഞങ്ങൾ കൽപ്പറ്റ ശ്മശാനത്തിൽ, മുനിസിപ്പാലിറ്റിയുടെ ശ്മശാനത്തിൽ അവിടെ അടക്കം ചെയ്തു. അപ്പോഴും ഞങ്ങൾ മാതാമൃതാനന്ദമയി ദേവി അവരുടെ ആശ്രമത്തിലുള്ളതായിരിക്കുന്ന ആളുകൾ, ഡീപോളിലെ ചർച്ചിലെ പ്രിയപ്പെട്ട അച്ഛനുണ്ടായിരുന്നു. അതുപോലെ സെൻട്രൽ മസ്ജിദിലെ ഇമാം ഉണ്ടായിരുന്നു. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ പ്രാർത്ഥന നടത്തിയാണ് അത് നിർവഹിച്ചത്. ഇന്ന് ഈ ബോഡിയും ശരീരഭാഗങ്ങളും എല്ലാ പ്രാർത്ഥനയും അവർക്ക് ഒന്ന് മനസ്സറിഞ്ഞൊന്ന് കരയാൻ, പ്രാർത്ഥിക്കാനുള്ള ഒരു സൗകര്യം മാത്രമല്ല, ഇത് ഒരു സ്മാരകമായി നിലനിർത്തി അവിടെ എല്ലാ സമയത്തും ഇവർക്ക് വരാനും ഇവർക്ക് പ്രാർത്ഥിക്കാനുമുള്ള ഒരു ക്രമീകരണം ഉൾപ്പെടെ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ദുർഘടമായ ഒരു മുഹൂർത്തമാണ്. ആ ദുർഘട മുഹൂർത്തത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്യുക എന്നുള്ളതാണ്. ആ ദൗത്യമാണ് ഇപ്പോൾ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത്. തീർച്ചയായും. ഓക്കെ, MLA സംസാരിച്ചതനുസരിച്ച് ദിവിഷ, അതായത് HMLൻ്റെ 64 സെൻറ്റ് ഭൂമിയിലാണ് ഒരു പൊതു ശ്മശാനം ഒരുങ്ങുക. അതിനെ ഒരു സ്മാരകമാക്കും. അതായത് ഈ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്ന അത്രയും ഭൂമി അതൊരു നിത്യസ്മാരകമായി അവിടെ ഉണ്ടാകും. ഉറ്റവർക്ക്
പിന്നീട് ഓർമ്മപ്പൂക്കൾ അർപ്പിക്കാൻ അവിടേക്ക് പോകാം. അതായത് തിരിച്ചറിയാത്ത ബോഡികളെ സർവ്വമത പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ സംസ്കരിക്കുക എന്ന തീരുമാനത്തിലേക്കാണ് ഇവിടെ സർക്കാരും ജില്ലാ ഭരണകൂടവും എത്തുന്നത്. അതിനെല്ലാ വിഭാഗം ആളുകളുടെയും, സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുള്ള ആളുകളുടെയും പിന്തുണ ഉണ്ട്. ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കളും അതിനോട് എഗ്രി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള ഏറ്റവും സങ്കടകരമായ സാഹചര്യം, ഇപ്പോൾ കിട്ടുന്ന ബോഡികൾ തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയിലല്ല എന്നുള്ളതാണ്. പലപ്പോഴും ശരീരഭാഗങ്ങളാണ് കിട്ടുന്നത്. ഇന്നലെ ഒരാളെ, ഒരു വ്യക്തിയെ തിരിച്ചറിഞ്ഞത്, ഒരു സ്ത്രീയെ തിരിച്ചറിഞ്ഞത് അവരുടെ കൈ മാത്രമാണ് കിട്ടിയത്. അതിലെ വിവാഹ മോതിരം മനസ്സിലാക്കിക്കൊണ്ടാണ് ആളെ തിരിച്ചറിഞ്ഞത് പോലും. അതുപോലെയുള്ള ഒരു ദയനീയമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള ശരീരങ്ങൾ സംസ്കരിക്കാനുള്ള ഒരു ശ്മശാനം ഒരുങ്ങുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി ആ ശ്മശാനത്തിൻ്റെ പണി അല്ലെങ്കിൽ ആ നിലം ഒരുക്കൽ അത് പൂർണ്ണമാകുമെന്നാണ് MLA അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള വാർത്തകളും കാഴ്ചകളുമാണ് ഇവിടെ ഉള്ളത്. ദിവിഷ്, ഈ അവരുടെയൊക്കെ DNA സാമ്പിളുകൾ അതിൻ്റെ നമ്പർ അവിടെ പ്രദർശിപ്പിക്കും അല്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്തു വന്നാലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണശേഷവും അവരുടെ ഓർമ്മകൾ അവശേഷിപ്പിക്കുന്ന എന്തെങ്കിലും, അതൊരു ശവകുടീരമാണെങ്കിലും അങ്ങനെ ഒരു രീതി നമുക്കുണ്ട്. അത് നമുക്ക് നമ്മുടെ ഒരു മനോവികാരങ്ങളെ ശമിപ്പിക്കാൻ അത് അത്യാവശ്യമാണ്. അപ്പോൾ തീർച്ചയായും നല്ലൊരു തീരുമാനം തന്നെയാണ് സർവ്വമത പ്രാർത്ഥനയോടുകൂടി അവിടെ അങ്ങനെ ഒരു സംസ്കാരത്തിനൊരു ഭൂമി ഒരുക്കുക. ഈ DNA എല്ലാത്തിൻ്റെയും DNA പരിശോധന അതൊക്കെ എത്ര സമയം എടുക്കുന്നതാണ് അഭിലാഷ്? അതൊക്കെ അറിയാൻ കഴിയുന്നുണ്ടോ? അതിന് നമ്പർ പ്രദർശിപ്പിക്കുമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര സമയം ബന്ധുക്കൾക്ക് അതറിയാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും? ഇപ്പോഴത്തെ ഒരു തിരക്കൊക്കെ പരിഗണിച്ച് എങ്ങനെ സമയമെടുക്കും? അതായത് ഇപ്പോൾ ഇവിടെ നേരത്തെ MLA സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസമാണ് കൽപ്പറ്റയിൽ 3 മൃതശരീരങ്ങൾ സംസ്കരിച്ചിട്ടുള്ളത്. സാമ്പിളുകൾ ശേഖരിക്കും. ഇതിൻ്റെ ഫലം എപ്പോൾ, അതല്ലെങ്കിൽ ഇതിൻ്റെ മാച്ചിങ് എപ്പോൾ തുടങ്ങിയത് ഇപ്പോൾ ഒരു വല്ലാത്ത ഘട്ടമായതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തിയതായി ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴത്തെ അടിയന്തര സാഹചര്യം എന്ന് പറയുന്നത് ഈ മൃതശരീരങ്ങൾ സംസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഒരു ചെറിയ തടസ്സം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. തിരിച്ചറിഞ്ഞ ദേഹങ്ങളൊക്കെയും അതാത് മതങ്ങളുടെ ആചാരപ്രകാരം വിവിധ സ്ഥലങ്ങളിൽ ദഹിപ്പിക്കുകയോ അതല്ലെങ്കിൽ ക്രിമേറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. മതാചാരപ്രകാരം ഉള്ള കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതുകൂടാതെയാണ് തിരിച്ചറിയാൻ സാധ്യതയില്ലാത്ത മൃതദേഹങ്ങളുടെ പ്രശ്നം വന്നത്. അപ്പോൾ ആ പ്രശ്നവും ഇപ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും തുല്യമായ പങ്കാളിത്തത്തോടു കൂടി പരിഹരിക്കപ്പെടുക. അതിനു വേണ്ടിയിട്ട് HMLൻ്റെ ഭൂമിയിൽ ഒരു ശ്മശാനം ഒരുങ്ങുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി അത് പൂർത്തിയാവും. അതാണ് ഇവിടെ നിന്ന് അതുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള വിവരം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇന്നിപ്പോൾ തെരച്ചിൽ നടത്തുന്ന സ്ഥലത്തേക്ക് നിയന്ത്രണങ്ങളുണ്ട്. ഇന്ന് വളരെ എന്താ പറഞ്ഞാൽ ഈ ബന്ധുക്കൾ വീടുണ്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തൊരു ബോഡി ഉണ്ടാകാം എന്നുള്ള നിലയിൽ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് പരിശോധന. വ്യാപകമായി എല്ലായിടത്തും മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഇല്ല. എന്ന് മാത്രമല്ല ചാലിയാർ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പരിശോധനകൾ നടത്തുന്നത്. മുണ്ടക്കൈ മേഖലയിൽ നിന്ന് ഇനി ശരീരങ്ങൾ കിട്ടിയേക്കില്ല എന്ന ഒരു സൂചനയാണ് അല്ലെങ്കിൽ എന്ന ഒരു നിഗമനമാണ് രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ ബന്ധുക്കളും ഒക്കെ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് എന്നാൽ തന്നെയും ഇവിടെ ഈ മേഖലയിൽ മുഴുവൻ എല്ലായിടത്തും സന്നദ്ധ പ്രവർത്തകരും മറ്റു പ്രവർത്തകരും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ഇന്നലെ ആകെ 4 ശരീരങ്ങളാണ് ലഭിച്ചത്. അത് 3ഉം ചാലിയാർ ഭാഗത്തു നിന്നായിരുന്നു. ഇന്നലെ മുഴുവൻ ദിവസവും ഇവിടെ തെരച്ചിൽ നടത്തിയിട്ടും മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഈ 6 സോണുകളിൽ നിന്നായി ഒരു മൃതദേഹം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. എന്നാലും തെരച്ചിലും പരിശോധനയും മറ്റുമൊക്കെ തുടരുകയുമാണ്. ദിവിഷ്.